വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, അല്ലാഹുവിൽ വിശ്വസിച്ച, മുത്തു റസൂലിൽ വിശ്വസിച്ച, അല്ലാഹു പറഞ്ഞയച്ചിരിക്കുന്ന ദൂതന്മാരിൽ, മശായിഖന്മാരിൽ, ഔലിയാക്കളിൽ, വിശ്വസിക്കേണ്ടവരിൽ വിശ്വസിച്ചവരാരോ, വഅമിലുസ് സ്വാലിഹാത്ത്, ആ അല്ലാഹുവിന്റെയും അവന്റെ ആളുകളുടെയും നിർദ്ദേശത്തിൽ അവരെ നിർദ്ദേശപ്രകാരം സൽക്കർമ്മങ്ങൾ ചെയ്തവരാരോ, വതവാസൗ ബിൽ ഹഖ്, അവരെ നിർദ്ദേശത്തിൽ ഈ സത്യം സമൂഹത്തിൽ ഉറക്ക വിളിച്ചു പറഞ്ഞ് ഈ ധർമ്മസമര പോരാട്ട ഭൂമിക തീർക്കുന്നവരാരോ, അത്തരം ഘട്ടങ്ങൾ വരുമ്പോ നാല് ഭാഗത്തു നിന്നും സത്യത്തിന്റെ ശത്രുക്കൾ, സ്നേഹത്തിന്റെ ശത്രുക്കൾ, ഇരുട്ടിന്റെ കക്ഷികൾ അതാ ശക്തമായ രൂപത്തിൽ വളഞ്ഞിട്ടുകൊണ്ട് ആക്രമിക്കുകയും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളുമായി കടന്നു വരുന്ന സമയത്ത് പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ, ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ക്ഷമയോടുകൂടി ആ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നവരാരോ, അവരല്ലാത്തവര് മുഴുവനും തീരാ നഷ്ടത്തിലാണ്. നമുക്ക് ആ പരിശുദ്ധമായ വഴിയാണ്, ആ മഹാന്മാരുമായി ബന്ധപ്പെട്ട വഴി, അവരിലുള്ള വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, മുത്തു റസൂലിലുള്ള വിശ്വാസം, ഔലിയാക്കളിൽ, മശായിഖന്മാരിൽ, അസ്ഹാബുൽ വഖ്തുകളായ മഹാന്മാരിലുള്ള വിശ്വാസം, അവരുടെ നിർദ്ദേശത്തിലുള്ള സൽക്കർമ്മങ്ങൾ, അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശം, മുത്തു റസൂലിൽ നിന്നുള്ള നിർദ്ദേശം, മശായിഖന്മാരിൽ നിന്നുള്ള നിർദ്ദേശാനുസരണമുള്ള സൽക്കർമ്മങ്ങൾ, അവർ പറഞ്ഞു തരുന്ന ഈ സത്യസന്ദേശം സമൂഹത്തിൽ വ്യാപൃതമാക്കുക, അതിന്റെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ഏറ്റെടുക്കുക, അതിന്റെ പേരിൽ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും കൂക്കുവിളികളും പരിഹാസങ്ങളും അട്ടഹാസങ്ങളും തെറിയഭിഷേകങ്ങളും ഊരുവിലക്കലുകളും ഭീഷണികളും മേഷളികളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും സ്ഥലം മുടക്കലുകളും വീട്ടിൽ നിന്ന് ഇറക്കിവിടലുകളും മഹല്ല് ബഹിഷ്കരണങ്ങളും അതുപോലെയുള്ള ഏതൊക്കെ തീർവാഴ്ചകളുണ്ടോ അതൊക്കെ കടന്നു വരുന്ന സമയത്ത് സഹനത്തോടെ ക്ഷമയോടെ ബിലാൽ തങ്ങളെ മാതൃകയാക്കിയിട്ട് മുന്നേറ്റം സൃഷ്ടിക്കുക. ഉമയ്യത്തിന്റെ കിങ്കരന്മാര് സംഘടനാ മേധാവിയായ അക്കാലഘട്ടത്തിലെ ഭീകരതയ്ക്ക് നേതൃത്വം നൽകിയ ഉമയ്യത്ത് എന്ന് പറയുന്ന തോന്നിവാസി എല്ലാ തോന്നിവാസങ്ങൾക്കും സംഘടനാ ഫാസിസം ഉപയോഗിച്ച് മുന്നേറ്റം സൃഷ്ടിക്കാൻ നിർദ്ദേശം നൽകുമ്പോ ബിലാൽ എന്ന് പറയുന്ന ഈ പ്രബോധക സംഘത്തിന്റെ ധീര കേസരിയാകുന്ന മകുടോദാഹരണമാകുന്ന ബിലാൽ തങ്ങളെ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചുട്ടുപുഴുത്ത മണരാരണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് വസ്ത്രരഹിതരാക്കിയിട്ട് ശരീരത്തിൽ ഭാരമുള്ള പാറക്കല്ല് വെച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഗ്രമായ ചാട്ടവാറുകൊണ്ടുള്ള അടികൾ അടിച്ചുകൊണ്ടിരിക്കുകയാ. ഓരോ അടികളും അടിച്ച് ചാട്ടവാറ് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോ അറത്തിട്ട ആട്ടിൻകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പച്ചമാംസത്തിൽ നിന്ന് തൊലിയുരിഞ്ഞു പോരുന്നത് പോലെ ചാട്ടവാറിലൂടെ തൊലിയുരിഞ്ഞു പോരുമ്പോ ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി ബിലാൽ തങ്ങൾ കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് കാർക്കിച്ചു മുഖത്തേക്ക് തുപ്പുമ്പോ ആ തുപ്പലിന്റെ ആ തുപ്പുനീരിന്റെ നനവ് ബിലാൽ തങ്ങൾക്ക് അനുഭവപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ മുത്തു റസൂലാകുന്ന ആ പ്രിയപ്പെട്ട നേതാവിന്റെ നിർദ്ദേശത്തിൽ മുന്നേറ്റം സൃഷ്ടിച്ചപ്പോ ഏറ്റവും വലിയ സന്തോഷം മുത്തു റസൂല് വിളിച്ചു പറഞ്ഞില്ലേ, അതാ ആദർശത്തിൽ നിന്ന് പിന്മാറ്റമില്ല, മുത്തു റസൂല് പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് പിന്മാറ്റമില്ല, ഏഷണിക്ക് വഴിപ്പെടുന്നില്ല, ഭീഷണിക്ക് വഴിപ്പെടുന്നില്ല, അതിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നില്ല, ശിരസ് കുനിക്കുന്നില്ല, ഉറക്ക വിളിച്ചു പറയുകയാ അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ആ സമയത്തല്ലേ ഹബീബരായ തങ്ങൾ വിളിച്ചു പറയുന്നത്, ഓ പുന്നാര മോനെ, എന്റെ പ്രിയപ്പെട്ട മോനെ, എന്റെ പ്രിയപ്പെട്ട കർമ്മസഖാവേ, ഭയപ്പെടണ്ട മോനെ, അഹദ് യുൻജീക യാ ബിലാൽ,
ബിലാൽ, ആ രാജാവായ റബ്ബിന്റെ സഹായം നിനക്കുണ്ട് ബിലാലേ. ഏകാധിപതിയായ സർവാധിപതിയായ യജമാനനായ റബ്ബിന്റെ സഹായം നിനക്കുണ്ട് ബിലാലേ. ഞാൻ നിന്നോടൊപ്പമുണ്ട് ബിലാലേ. ലോകം മുഴുക്കെ പ്രതിപക്ഷത്താകുമ്പോഴും അല്ലാഹുവിന്റെ പ്രതിനിധിയായി കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്ഥൈര്യവും ധൈര്യവും പകർന്നപ്പോ അതിൽ ധീരോദാത്തമായ മുന്നേറ്റം സൃഷ്ടിച്ചിട്ട് പടയോട്ട ഭൂമിക തീർത്ത ബിലാലിനെ മാതൃകയാക്കി മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാവിയത്തു സൂഫിയുടെ മക്കളെ ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാന്തപുരം സമസ്തയിലെ ഗുണ്ടായുസം കൊണ്ട് കഴിയില്ല, നിങ്ങളുടെ ഭീഷണികളെ കൊണ്ട് കഴിയില്ല, നിങ്ങളുടെ തെറിയഭിഷേകങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ ഒരു ബോധം അത്തരക്കാർക്കുണ്ടാകുന്നത് നല്ലതാ. നിങ്ങൾ ആരെയൊക്കെ കൂട്ടുപിടിച്ചാൽ എന്താ, ഏതൊക്കെ ഗുണ്ടകളെ നിങ്ങൾ ഇറക്കിയാൽ എന്താ, ഏതൊക്കെ വാടക ഗുണ്ടകൾക്ക് ക്യാഷ് കൊടുത്തിട്ട് ഞങ്ങളുടെ തലക്ക് വിലയേർപ്പെടുത്തിയാൽ എന്താ, ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരാഖിറമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മശായിഖന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്ത് റസൂൽ പഠിപ്പിച്ച വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, അതിനു വേണ്ടി ജീവിക്കുന്ന ഞങ്ങളെ നിങ്ങളുടെ ഈ ഓലപ്പാമ്പ് കാണിച്ചുള്ള ഭീഷണിപ്പെടുത്തലുകൾ ഈ സാവിയത്തു സൂഫിയുടെ മക്കളെ മുമ്പില്, മശായിഖന്മാരെ അഹ്ലിന്റെ മുമ്പില് വിലപ്പോകില്ലെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം അത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അതിനാണ് ഈ കഴിഞ്ഞ ബറാഅത്തിന്റെ രാവിലെ നമ്മുടെ ശൈഖുന നമുക്ക് നൽകിയ നിർദ്ദേശങ്ങള്. നമുക്ക് ഇസ്തിഖാമത്ത് ലഭിക്കാൻ, നമ്മുടെ ഹിദായത്ത് നിലനിൽക്കാൻ, നമ്മുടെ ഈമാനിനെ തിളക്കം വർദ്ധിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ അവിടുന്ന് നൽകിയ നിർദ്ദേശം പൂർണ്ണമായി ശിരസാവഹിച്ച് നമുക്ക് മുന്നേറാൻ മശായിഖന്മാരുടെ നോട്ടത്തിൽ, മടവൂർ ശൈഖുനയുടെ മദദിൽ, വടകര നൂറിന്റെ വസീലയിൽ അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരുടെ നോട്ടത്തിൽ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ.